എക്സാമ്പിൾ പറയുന്നത് ലാപ്ടോപ്പ് നമ്മൾ നോക്കാൻ പോകുമ്പം സെയിം സാധനത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? സർ, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫേക്ക് കോപ്പീസ് ശരിക്കും ഏത് പ്രൊഡക്റ്റിനാണ് വരുന്നതെന്ന് പറയാൻ പറ്റും? അത് നമ്മളൊരു കസ്റ്റമർ ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഞാൻ റിമൂവ് ചെയ്ത് ഉള്ളിലുള്ള കോമ്പണൻസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളത് നോക്കില്ല. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന്റെ ഓൾറെഡി വാറണ്ടി മേ ബി ഒരു 1 month ബാക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. കസ്റ്റമർ അത് അറിയില്ല. കസ്റ്റമർ അന്ന് മുതൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവും. അവരാണെങ്കിൽ അവർക്ക് ഇതിനെ പറ്റിയൊക്കെ വലിയ ഗ്രാഹ്യമുണ്ടെന്നുള്ള അത് ആരെങ്കിലും അത് തിരുത്താൻ ശ്രമിച്ചാൽ തന്നെ ഇവരത് മനസ്സിലാക്കാൻ തയ്യാറുമില്ല. ഇതൊക്കെ ശരിക്കും കസ്റ്റമർ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വകയുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വരികയാണ്, അപ്പോൾ ഒരു AI-enabled AC ഉണ്ട്, നമുക്ക് അതിൽ റീസെറ്റ് ആയിട്ട് വെക്കാം. ഞാനിങ്ങനെ ഈവനിങ് ഒരു 5 o'clock തിരിച്ചെത്താണ്, അപ്പോൾ ഒരു 4:45 തന്നെ AC ഓൺ ആയി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൂൾ അറ്റ്മോസ്ഫിയറിൽ റിലാക്സ് ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് വരിക. അതേപോലെ തന്നെ നമ്മളിപ്പം വാഷിംഗ് മെഷീൻസിൽ ഇപ്പോൾ AI വരുന്നുണ്ട്. അതായത് സാർ, ഇപ്പം ഒരേ സാധനത്തിന് പല സ്ഥലങ്ങളിലും പല റേറ്റ് നമ്മൾ കാണാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുന്നത് ലാപ്ടോപ്പ് നമ്മൾ നോക്കാൻ പോകുമ്പം സെയിം സാധനത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇപ്പോൾ ഫർ എക്സാമ്പിൾ ലാപ്ടോപ്പിന്റെ കേസ് പറഞ്ഞു. ലാപ്ടോപ്പിന്റെ കേസിൽ ലാപ്ടോപ്പ് അറിയാലോ, അത് ഒരു സീരീസ് ഓഫ് കോമ്പോണൻസ് വരുന്ന ഒരു മെഷീനാണത്. നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്ട്സിൽ ഒരു ബോർഡ്, PCB ബോർഡ് അത് വരുന്നതല്ല, മൾട്ടിപ്പിൾ കോമ്പോണൻസ് ചേർന്ന ഒരു ഇതാണ് ലാപ്ടോപ്പ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ റീഫർബിഷ്ഡ് വരുന്ന ഒരു സെഗ്മെന്റും കൂടിയാണ് ലാപ്ടോപ്പ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഫോണിൽ പോലും അത്രേ വരില്ല, കാരണം എല്ലാ കോമ്പോണൻസും ഈസിലി ഫിക്സബിൾ ആണ്. അപ്പം നമ്മളൊരു കസ്റ്റമർ ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഞാൻ റിമൂവ് ചെയ്ത് ഉള്ളിലുള്ള കോമ്പോണൻസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളത് നോക്കില്ല. ഓബ്വിയസ് ആണ്. സോ അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ, ഇൻ കേസ് ഇങ്ങനത്തെ ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ മാർക്കറ്റ്സിൽ കുറെ അവൈലബിൾ, അതായത് ഫ്രഷ് പ്രോഡക്ട്സ് തന്നെ ചിലപ്പോൾ റീഫർബ് ചെയ്തിട്ടുള്ള കാണാൻ പുത്തം പോലെ ഇരിക്കും. നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത് റീഫർബ് ആണോ അല്ലേ എന്നുള്ളത്. അങ്ങനത്തെ പ്രോഡക്ട്സ് ചിലപ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് കിട്ടും. അത് എടുത്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. അത് ഈവൻ ഓൺലൈനിലും നല്ല പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നുണ്ട് അത്. അപ്പൊ അത് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ടു ഗുഡ് ടു ബി ട്രൂ അങ്ങനത്തെ ഒരു പ്രൈസിംഗിൽ വരുമ്പോൾ നമുക്കറിയാം. നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 40,000 പ്രൊഡക്റ്റ്, അത് ഒരുവിധം എല്ലാ സ്ഥലത്തും ആവറേജിൽ പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം ഒരു 30,000 എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് റിംഗ് എ ബെൽ. അവിടെ എന്തോ ഒരു സംഗതി അതിൽ കോംപ്രമൈസ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഇപ്പൊ എനിക്ക് പോലും ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അങ്ങനത്തെ പ്രൊഡക്ട്സ്, പ്രത്യേകിച്ച് ഈ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ എപ്പോഴും ഒരു റിലയബിൾ പാർട്ട്ണർ അടുത്ത് നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വളരെ രസകരമായതും സങ്കടകരമായതും ഒരു കാര്യം, ഈ ന്യൂജൻ ആൾക്കാരാണ് ഇതിൽ പോയി പെടുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അവരാണെങ്കിൽ അവർക്ക് ഇതിനെ പറ്റിയൊക്കെ വലിയ ഗ്രാഹ്യമുണ്ടെന്നുള്ള അത് ആരെങ്കിലും അത് തിരുത്താൻ ശ്രമിച്ചാൽ തന്നെ ഇവരത് മനസ്സിലാക്കാൻ തയ്യാറുമില്ല. സർ, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫേക്ക് കോപ്പീസ് ശരിക്കും ഏത് പ്രൊഡക്റ്റിനാണ് വരുന്നതെന്ന് പറയാൻ പറ്റും? അത് IT-യിലാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഒബ്വിയസ്, കാരണം അത് ഈസിലി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എല്ലാത്തിനും എളുപ്പമുള്ള ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയാണ് IT പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ അപ്ലയൻസസിലും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി IT പ്രോഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ അതിൽ വരുന്നത്. കാരണം ലാപ്ടോപ്സ്, പ്രിഡോമിനന്റ്ലി ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ് ഒക്കെ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് ആ സീരിയൽ നമ്പർ ഒക്കെ വെച്ച് ട്രാക്ക് ചെയ്താൽ മനസ്സിലാവും. ഈവൻ ലാപ്ടോപ്സിൽ ഇപ്പൊ ഒരുവിധം റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് ഒക്കെ നമുക്ക് ആ സീരിയൽ നമ്പർ വെച്ചാൽ അറിയാൻ പറ്റും ഇപ്പൊ ഈ വാറണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണോ. കാരണം അതൊരു മേജർ ഒരു ഇതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന്റെ ഓൾറെഡി വാറണ്ടി മേ ബി ഒരു 1 month ബാക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. കസ്റ്റമർ അത് അറിയില്ല. കസ്റ്റമർ അന്ന് മുതൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ ഇതൊക്കെ ശരിക്കും കസ്റ്റമർ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വകയുള്ള കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും നമ്മൾ സീരിയൽ നമ്പർ വെച്ചിട്ട് വാറണ്ടി ആക്റ്റീവ്, അതായത് പർച്ചേസ് ചെയ്ത് അന്ന് മുതൽ തന്നെയാണോ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് എൻഷുർ ചെയ്യണം ശരിക്കും. സാർ, ഇപ്പൊ പറഞ്ഞല്ലോ ഇനി AI യുഗമാണ് ശരിക്കും വരുന്നത്. ഇപ്പം അടുത്തൊരു 5 years നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കാം? AI എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ സെഗ്മെന്റിലും ഇപ്പൊ സത്യം പറഞ്ഞാൽ AI വന്നുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ എവിടെ നോക്കിയാലും AI എന്നുള്ളതാണ്. അപ്പം AI-ന്റെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ലൈഫ് ഈസി ആക്കുക എന്നുള്ളതാണ്. ബേസിക്കലി അതിന്റെ ഒരു പേർപ്പസ് അതാണ്. അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മാർട്ട് ഹോംസ് ഇപ്പം നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഇല്ലാത്തത് ഇപ്പൊ സമയമാണ്. അപ്പം സമയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം
സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വരികയാണ്, അപ്പോൾ ഒരു AI എനേബിൾഡ് AC ഉണ്ട്, നമുക്ക് അതിൽ റീസെറ്റ് ആയിട്ട് വെക്കാം. ഞാനിങ്ങനെ ഈവനിങ് ഒരു 5 o'clock തിരിച്ചെത്താണ്, അപ്പോൾ ഒരു 4:45 തന്നെ AC ഓൺ ആയി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൂൾ അറ്റ്മോസ്ഫിയറിൽ റിലാക്സ് ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് വരിക. അതേപോലെ തന്നെ നമ്മളിപ്പം വാഷിംഗ് മെഷീൻസിൽ ഇപ്പോൾ AI വരുന്നുണ്ട്. അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണോ അതിലേക്ക് ലോഡ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള വാഷ് മോഡിൽ ഓൺ ആക്കി ആ രീതിയിൽ. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ കാറ്റഗറീസും വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഫ്രിഡ്ജിലാണെങ്കിൽ തന്നെ, ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾസ് വെക്കുന്ന ആ ഒരു ഏരിയയിലാണെങ്കിൽ അതിന് സ്പെഷ്യൽ അവിടേക്കുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ശരിക്കും AI വന്നതിന് ശേഷം വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. അപ്പം അത് ഇപ്പോഴും ഇൻ ദ ഫ്യൂച്ചർ എന്ത് വരും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു ഭയങ്കര ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു സെഗ്മെന്റ് ആണ് അപ്ലയൻസിൽ എസ്പെഷ്യലി. അത് എന്തായാലും എല്ലാ സെഗ്മെന്റും എല്ലാ പ്രോഡക്റ്റ് കാറ്റഗറീസിലും AIന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഫ്യൂച്ചറിൽ വരും.